ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചന മസാല കറി ഉണ്ടാക്കാം. വെള്ളക്കടല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനാവശ്യമായ സാധനങ്ങൾ: 2 ടേബിൾ സ്പൂൺ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ ചന മസാല, നമ്മൾ 2 തണ്ട് കറിവേപ്പില, 1 പട്ട, 2 ഗ്രാമ്പു. നമുക്കിനി നമുക്ക് 2 തക്കാളിയാണ് വേണ്ടത്. തക്കാളി ഞാൻ അരച്ചെടുത്തിരിക്കുന്നതാണ്. മീഡിയം സൈസ് 2 തക്കാളി അരച്ച് എടുത്തതാണ്. പിന്നെ സവാള 1.5 സവാള അരച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ കുക്കറിലോട്ട് നമ്മുടെ കടല മാറ്റാം. ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കടലയാണ്. കടല മാറ്റി നമുക്കിനി കടല ഒരു 5 വിസിൽ വരെ നോക്കണം. നമുക്കൊരു 5 വിസിലാകണം വേകണമെങ്കിൽ. 1 പട്ട ഇട്ട് 2 ഗ്രാമ്പു അതിലോട്ട് നമുക്ക് ചേർത്തു. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ കടല വേവിക്കാൻ വെക്കാം. ആവശ്യത്തിന് വെള്ളവും. ഈ കടലക്കറി അത്ര ടേസ്റ്റുള്ളൊരു കടലക്കറിയാണ്. വെള്ളക്കടല നമ്മൾ ഇതേപോലെ വെക്കണം. ഇതേ മസാല ചേർത്ത് ഇങ്ങനെ വെക്കുന്നത് ഏറ്റവും ടേസ്റ്റാണ്. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ വേറൊരു കറിയും വേണ്ട. എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. നമുക്കൊരു 5 വിസിൽ വരുന്നിടം വരെ കുക്കറൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചിട്ട് വേവിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ കുക്കർ അപ്പുറത്തെ അടുപ്പത്ത് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടാകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ചെറിയ ജീരകമാണ് നമ്മൾ ചേർക്കുന്നത്, കടുകല്ല. ചെറിയ ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കണം. കറിവേപ്പിലയും ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ടിനി അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വേണമെങ്കിൽ നമുക്കപ്പം ഉണക്കമുളക് ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ലെങ്കിൽ നമുക്കിതിലോട്ട് പച്ചമുളക് ഉള്ളത് കൊണ്ട് ഉണക്കമുളക് ഞാൻ ചേർക്കുന്നില്ല. നമുക്കിതിലോട്ടിനി പച്ചമുളക് നമുക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പച്ചമുളക്, 2 3 ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നമുക്കത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണം ഒന്ന് മാറി വരുന്നുണ്ട്, അതൊക്കെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മൊരിയുന്നുണ്ട്. അതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന സവാള, നമുക്ക് 1.5 സവാളയാണ് അരച്ച് വെച്ചിരിക്കുന്ന സവാള ഒന്ന് നന്നായിട്ട് അതും ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ ഏകദേശം അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമുക്കൊന്ന് ചേർക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയെ ചേർക്കുന്നത്. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ അതും ഒന്ന് വഴറ്റി ചേർത്തതിന് ശേഷം നമുക്കതിലോട്ട് ഇനി നമ്മൾ മസാല ചേർക്കണം. ഞാൻ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയത്. തക്കാളി ഞാൻ ഒരു 3 മിനിറ്റ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അത് തണുത്ത് കഴിഞ്ഞപ്പം അരച്ച് എടുത്തതാണ്. ഇടത്തരം ഒരു ചെറിയ തക്കാളി എൻ്റെ കയ്യിലായതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തതാണ്. ഇനി നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മസാല നമുക്ക് ചേർക്കണം. നമ്മുടെ ഈ മസാല നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ മസാലയും കൂടി ഒന്ന് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മസാലയാണ് നമുക്ക് ചേർക്കുന്നത്. നമ്മുടെ കയ്യിൽ ഈ മസാല ഇല്ലെങ്കിൽ ഉണക്ക മാങ്ങ ഉണങ്ങിയതിരിപ്പുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ നിങ്ങൾ ഈ കറി ഉണ്ടാക്കി വെച്ചാൽ കടല ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്ര ടേസ്റ്റ്, നല്ല കുറിയ ചാറോട് കൂടിയുള്ള ഒരു കറിയാണിത്. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ്. കടല ഇതിലോട്ട് ഒഴിക്കുന്നതിന് മുമ്പ് ഞാൻ 2 ടേബിൾ സ്പൂൺ കടല എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് അരച്ച് ചേർക്കാനുള്ളതാണ്. ഇപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി. ഇനി നന്നായിട്ടൊന്ന് ഇത് തിളച്ച് ഒന്ന് കുറുകണം. അപ്പോൾ നമ്മുടെ കറി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്.
ഇതിലോട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ച കടല അരച്ച് അത് നമുക്ക് അതിലോട്ട് ചേർക്കാം. ഈ കടല അരച്ച് ചേർക്കുമ്പോൾ നല്ല ചാറിന് നല്ല ഒരു കുറുകൽ വരും, നല്ല കൊഴുപ്പുള്ള ഒരു ചാറ് കിട്ടും. ഇതേ നമ്മുടെ കറി ഇവിടെ റെഡിയായി. നമുക്കിനിയൊരു ബൗളിലോട്ട് ഇത് മാറ്റാം. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അറിയിക്കുക എങ്ങനെയുണ്ടെന്ന്.